കമൽ കൂടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി. കമൽ, അവിടെയും പുഷ്പാർച്ചന ഒക്കെ ഉണ്ട്, അനുസ്മരണവും ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോത്തി, ഇപ്പോൾ വെള്ളാർമല ഹൈസ്കൂളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. വെള്ളാർമല ഹൈസ്കൂൾ തകർന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അവിടത്തെ 52 കുരുന്നുകൾക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അവരുടെ ഫോട്ടോയ്ക്ക് മുന്നിലുള്ള പുഷ്പാർച്ചനയാണ് നടക്കുന്നത്. സ്കൂളിലെ അധ്യാപകർ, അതുപോലെ 33 കുട്ടികൾക്കാണ്, വെള്ളാർമല ഹൈസ്കൂളിലെ 33 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മുണ്ടക്കൈ LP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൂടി ചേർത്താണ് 52 കുട്ടികൾ ഉള്ളത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, അതുപോലെ പഞ്ചായത്ത് അധികൃതർ ഒക്കെ ഈ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ട്. DEO ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. നമുക്ക് ആ കുട്ടികളെ സംബന്ധിച്ചാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഓർമ്മകൾ. കാരണം 52 കുട്ടികളെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഭാവി, അവരുടെ സ്വപ്നങ്ങളും കൂടിയായിരുന്നു. അപ്പോൾ വെള്ളാർമല സ്കൂൾ മാത്രമല്ല, മറ്റ് സ്കൂളുകളിലും കൂടി ചേർക്കുമ്പോൾ ഒരു സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷേ സ്വാഭാവികമായും നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. അവരെ നമ്മൾ ആരെങ്കിലും, മറ്റൊരാൾ എത്രയെല്ലാം കാലം ഓർക്കുന്നോ അത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കും. അത് മാത്രമേ നമുക്ക് ഈ അതിജീവനത്തിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ തവണ ഇവരുടെ മുഖങ്ങൾ കാണുമ്പോൾ അതൊരു നോവാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയി അവരുടെ ഓർമ്മകൾ കൊണ്ട് നിലനിർത്തി മുന്നോട്ട് പോവുക, അതല്ലേ. ഇപ്പോൾ സ്കൂള് നമ്മൾ മേപ്പാടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ പുനർനിർമ്മാണമൊക്കെ ഗവൺമെന്റ് ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്ലാനുകളെല്ലാം ഫൈനൽ സ്റ്റേജിലാണ്. പുതിയ സ്ഥലത്ത് സ്കൂൾ സ്ഥലത്തായിട്ട് പുതിയ സ്ഥലത്ത് തന്നെ സ്കൂൾ ഉയരും. അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളെല്ലാം അപ്രൂവ്ഡ് ആണ്. അതെല്ലാം അതിൻ്റെതായിട്ടുള്ളത് ത്വരിതഗതിയിൽ ചെയ്യും. പ്രിൻസിപ്പളാണ് VHSയുടെ പ്രിൻസിപ്പൽ. മോത്തി, ഉണ്ണിമാഷ് ഉണ്ട്. മാഷ് ട്രാൻസ്ഫർ ആയി, പ്രൊമോഷൻ കിട്ടി. ഇപ്പോ ആലപ്പുഴയിലേക്ക്. അതെ, പ്രൊമോഷൻ ആയതാ. HM ആയിട്ട് പ്രൊമോഷൻ ആയി. എന്നാലും ഇന്ന് ഇവിടെ എത്തി. അയ്യോ, ഇവിടുത്തെ നമുക്ക് അന്ന് 32 കുട്ടികളാണ് പോയത്. ആ ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ പങ്കുവെക്കാൻ ഉണ്ടാവും. മോത്തി, അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പുഷ്പാർച്ചന നടക്കുകയാണ്. കുട്ടികളുടെ അന്ന് ഉണ്ണിമാഷ് എത്രത്തോളം കരയിപ്പിച്ചതാണെന്ന് നമുക്കറിയാം. ഉണ്ണിമാഷിന്റെ സങ്കടം ഇന്നും അത് ചോദിക്കുമ്പോൾ, ഇന്നേ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ആ മനസ്സിൽ ആ കുഞ്ഞുങ്ങളുടെ സ്ഥാനവും അവരുടെ വേർപാട് നൽകുന്ന ദുഃഖവും എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാവും. ഉണ്ണിമാഷ് ആ നാടിൻ്റെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരച്ഛനെ പോലെ അന്ന് തകർന്നു നിന്നതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട് ഇപ്പോഴും.